Hi friends, welcome to Capture Kit. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോയുടെ മെയിൻ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു പുള്ളിക്കാരൻ ബോട്ട് സീക്കിടെ ഓടിച്ചു പോകണതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ നേരം ആ പുള്ളിക്കാരനെയും ബോട്ടിനെയും സീനെയും നമ്മൾ മൊബൈലിനുള്ളിലാക്കാൻ പോകുന്നു. യെസ്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയോ മൊബൈൽ ഫോണാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ക്യാമറയാണ് ഉള്ളെങ്കിൽ ചുമ്മാ ഫോട്ടോ എടുത്താൽ മതി, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓട്ടോമാറ്റിക്കലി ബ്ലർ ആയിക്കോളും. മൊബൈലിലാണ് എടുക്കണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ബ്ലറാക്കാം. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്സീഡ്. അപ്പോൾ സ്നാപ്സീഡ് മാത്രം മതി ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോട്ടോ എടുക്കേണ്ട അറേഞ്ച്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ബ്ലറാക്കിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക. എന്നിട്ട് നമ്മൾ മൊബൈൽ എടുത്തിട്ട്, അതായത് നമ്മൾ രണ്ട് മൊബൈൽ ഫോൺ വേണം കേട്ടോ ഈ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് മൊബൈൽ ഫോൺ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് കൈ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് വേറൊരു മൊബൈൽ ഫോൺ, അതായത് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ട് മൊബൈലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വേറൊരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അതായത് കയ്യിൽ വെച്ച ഫോണിൽ ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഫോക്കസ് ചെയ്യണം, അതായത് മൊബൈലിലാണല്ലോ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോക്കസ് ആവാൻ ശ്രമിക്കുക. അത് നന്നായി ഫോക്കസ് പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ കൈയും മൊബൈലും ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ മൊബൈലിൻ്റെ സൈഡ്, അതായത് ബാക്ക് കവർ ആണെങ്കിൽ ആ ബാക്ക് കവറൊക്കെ ഒന്ന് ഫോക്കസ് ആവുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാം. മൊബൈലിൽ എടുക്കാൻ തന്നെ എന്തായാലും കിട്ടും. ക്യാമറ എടുക്കുമ്പോഴാണ് ഈ ഫോക്കസിങ് മാറിപ്പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ മൊബൈലിൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൊബൈലെടുത്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ മൊബൈൽ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാമറയിൽ എടുക്കാം. അപ്പോൾ ക്യാമറയിൽ എന്ന് പറഞ്ഞാൽ സെയിം മെത്തേഡാണ്, ഇതേപോലെ തന്നെയാണ് ക്യാമറയിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വരുമ്പോൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ ക്യാമറയിൽ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഡിറ്റിങ്ങിനായിട്ട് സ്നാപ്സീഡിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ സ്നാപ്സീഡിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ സ്നാപ്സീഡിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ടൂൾസിൽ പോയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ബ്ലറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരെ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു, ചെറുതാക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും സൈഡിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡിൽ കൊണ്ടുവച്ച് ബ്ലർ സ്ട്രെങ്ത് ഒക്കെ ഫുള്ളാക്കി. ഇപ്പോൾ കണ്ടില്ല, നല്ല പക്കായിട്ട് ബ്ലറായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈലിൻ്റെ, അതായത് കൈ മൊബൈലിൽ പിടിച്ച ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ ടൂൾസ് എടുത്തിട്ട് ഡബിൾ എക്സ്പോസിലേക്കിട്ട് ആഡ് ഫോട്ടോ എടുത്ത് ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. ഇനി നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം കറക്റ്റാണ്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി ഫുള്ളാക്കുക, ടിക്ക് കൊടുക്കുക. ഇനി മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്, വ്യൂ എഡിറ്റ് വെക്കുക, ബ്രഷ് എടുക്കുക, റബ്ബ് ചെയ്യുക. ഈസി പരിപാടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് റബ്ബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് ബ്ലറാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരനും ബോട്ടും സീയും കൂടിയുള്ള വാൾപേപ്പറിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ ടൂൾസ് എടുത്തിട്ട് ഡബിൾ എക്സ്പോസിലേക്കിട്ട് ആഡ് ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് കൊണ്ടുപോയി വെക്കുക കേട്ടോ. ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടാൻ വേണ്ടി ഒരു കറക്റ്റ് ലെവലിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടുന്നുണ്ട്, കാരണം പകുതി പുറത്താണ്. ഓക്കെ, ഇപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒപ്പാസിറ്റി ഫുള്ളാക്കുക. അതിന് ശേഷം ടിക്ക് കൊടുക്കുക. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ്. അപ്പോൾ ജസ്റ്റ് വേഗം ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, റബ്ബ് ചെയ്യുക. പിന്നെ ജസ്റ്റ് 100 ആക്കിയിട്ട് ആദ്യം നമ്മൾ ഇറേസ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ മൊബൈലിൻ്റെ വശം മാത്രം കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. മൊബൈലിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റാക്കിയിട്ട് എഡ്ജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പണി വാളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട്, അതായത് പക്ക ഒറിജിനാലിറ്റി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈസി ആയിട്ട്. അപ്പോൾ ആദ്യം സൈഡ് റബ്ബ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, പിന്നെ ഈസി ആയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോട്ടോയിൻ്റെ ബേസിക് ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വശം എന്ത് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്തു. ഇനി പുള്ളിക്കാരൻ്റെ തലേൻ്റെ ആ ക്യാപ്പിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് നൈസായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നല്ല ഒറിജിനാലിറ്റി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ റബ്ബ് ചെയ്തു.
ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോ 0യിലേക്ക് ആക്കിയിട്ട് സൂം ചെയ്തിട്ട് ഫോട്ടോ മാക്സിമം സൂം ചെയ്യുക കേട്ടോ. പറ്റുന്നത്രയൊക്കെ സൂം ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ സൈഡിൽ കൂടെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈസി പരിപാടിയാണ്, അതായത് ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല നമ്മുടെ ഫോട്ടോയുടെ പരിപാടി കഴിഞ്ഞു. കണ്ടില്ല എത്ര പക്കായിട്ടില്ലേ ചെയ്തേക്കണേ. എന്താ പക്ക ഒറിജിനാലിറ്റിയാണ്, എഡ്ജും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അടിപൊളിയാണ്. കുറച്ച് ടൈം എടുത്ത് ചെയ്ത് ആർക്കും ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൊബൈലിൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മൊബൈലിൽ എടുത്ത ഫോട്ടോ. ഇനി നമുക്ക് ക്യാമറ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ക്യാമറ എടുത്തതെന്ന് വെച്ചാൽ സെയിം മെത്തേഡ് ഇതേപോലെ തന്നെയാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ ക്യാമറ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ കമ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ കമൻറ്റ് ബോക്സിൽ കാണും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വാൾപേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ക്രോമിൽ പോയിട്ട് എന്ത് ചെയ്തു, റോവിങ് ബോട്ട് HD വാൾപേപ്പർ എന്നൊന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിനൊന്നും കണ്ടില്ലേ, തായ്ക്ക് വന്നിട്ട് ആദ്യം തന്നെ വന്നിട്ടുണ്ട് തായ്ക്ക് വന്നിടം. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് എടുത്ത് കഴിഞ്ഞാൽ സ്നാപ്സീഡ് ഇട്ട് ആഡ് ചെയ്താൽ ക്ലാരിറ്റി ഒന്നും പോവില്ല. ഇതേപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്നെ ടാഗ് ചെയ്യുകയോ മെൻഷൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സോ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.